ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എങ്ങനെയാണ് എൻ്റെ മോൻ്റെ കൂടെ എനിക്ക് 3 hours പഠിക്കാൻ കിട്ടുന്നത് എന്നാണ് പറയുന്നത്. എല്ലാവരും ഫുൾ വീഡിയോ കാണാം, എന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അതായത് ഞങ്ങൾ നേരത്തെ കിടക്കാറുണ്ട് കേട്ടോ. മോൻ നേരത്തെ കിടക്കുന്ന കാരണം ഞാൻ ഹസ്ബൻഡ് നേരത്തെ കിടക്കും. പിന്നെ നേരത്തെ എഴുന്നേറ്റിട്ട് ഒരു 4:20 അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക് ഉണർന്നു. ഞാൻ 4:30 ആയിരുന്നു ആക്ച്വലി അലാറം സെറ്റ് ചെയ്തിരുന്നത്. പക്ഷേ അറിയില്ല, നേരത്തെ ഉണർന്നു. ഞാൻ ചില ദിവസം അങ്ങനെ ഉണരാറുമുണ്ട്. അങ്ങനെ ഞാൻ രാവിലെ തന്നെ നോക്കുന്നത് സയൻസ് ബുക്കാണ് കേട്ടോ. ആക്ച്വലി എൻ്റെ കയ്യിൽ സയൻസ് ബുക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ ഇതാണ് 2 മാസമായിട്ടുള്ള ഞാൻ നോക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു PSC. പക്ഷേങ്കിൽ എനിക്ക് പഠിക്കാൻ ടൈം കുറവായത് കാരണം ഞാൻ വേറെ ബുക്ക് വാങ്ങിക്കാഞ്ഞിട്ടാണ്. കാരണം ഇതന്നെ പഠിച്ചിട്ട് നമുക്ക് ഇത് തന്നെ റിവൈസ് ചെയ്യാനും ടൈം വേണം. അല്ലാതെ നമ്മൾ ബുക്ക് ഇങ്ങനെ വാങ്ങി കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. ഇത് കൂടാതെ ഞാൻ ഫോളോ ചെയ്യുന്നത് എന്ന് പറയുന്നത് ടെക്ടൻ്റെ ഒരു ബാച്ചുണ്ട്, അതായത് LDC അൾട്രാ ബാച്ചോ അങ്ങനെ എന്താ പേര്. ഞാൻ അത്രയും റെയറായിട്ട് അത് നോക്കാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ റെഗുലറായിട്ട് ഒരു മാത്സ് വീഡിയോ കാണണമെന്ന് വിചാരിക്കുന്നുണ്ട്. മാത്സ് നമ്മൾ ഒരുപാട് ടൈം അതിൽ കിട്ടാറുമില്ല. പിന്നെ അത് 2x ഇട്ട് കാണാനും അല്ലെങ്കിൽ ഫാസ്റ്റാക്കി കാണാനും ഒന്നും പറ്റില്ലല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ വേറെ വല്ല സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് നോട്ട് എഴുതിയോ മറ്റോ പോയാൽ മതി. അത് കാരണം അത് ടൈം എടുക്കും മാത്സ്. പിന്നെ ഇംഗ്ലീഷ് എനിക്ക് അത്ര പാടുള്ളൊരു സബ്ജക്റ്റ് അല്ല. അത് കാരണം ഞാൻ ഇംഗ്ലീഷ് ഒരു ക്ലാസ് കഴിഞ്ഞ് അവിടെ സ്റ്റോപ്പ് ചെയ്തു. മാത്സ് ഞാൻ 2-3 ക്ലാസ്സിങ്ങോ മറ്റോ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പഠിക്കാറ്. പിന്നെ ഈ ഒരു 2 കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ ചെയ്യാറ്. ഇപ്പോൾ ഈ സയൻസ് ഏകദേശം ഞാൻ ഫസ്റ്റ് വലിയ ബുക്ക് ഞാൻ ഒരു 2-3-4 തവണ റിവൈസ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ റിവൈസ് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. പിന്നെ ഈ ബുക്കാണ് ഞാനിപ്പോൾ ജസ്റ്റ് പഠിച്ചു തുടങ്ങിയത് ഒരാഴ്ചയായിട്ട്. ഇതത്ര എനിക്കത്ര പാടായിട്ട് തോന്നിയിട്ടില്ല, എന്നാലും പഠിക്കാൻ പറ്റുന്നുണ്ട്. ഞാനിങ്ങനെ ജസ്റ്റ് പഠിക്കുന്ന ആ ഒരു ഫസ്റ്റിൽ ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് പോകും, ഹൈലൈറ്റ് ചെയ്ത് പോകും. പിന്നെ ഞാൻ ജസ്റ്റ് പഠിച്ചതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒരു നോട്ട് പോലെ, നോട്ടല്ല ജസ്റ്റ് ഒരു റഫ് പേജ് ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ പഠിച്ച് ജസ്റ്റ് ഇങ്ങനെ എഴുതും. അതായത് നമ്മൾ എഴുതി പഠിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ മനസ്സിൽ ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പഠിച്ച കാര്യം ജസ്റ്റ് ഒന്ന് നമ്മളൊരു പേപ്പറിലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്മൾ ആലോചിക്കുക, നമ്മൾ ജസ്റ്റ് ആ പോയിന്റ് മാത്രം ഒന്ന് എഴുതിയിട്ട് പോവുക. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഒന്നുകൂടി അത് റിവൈസ് ചെയ്തിട്ട് ഒന്നുകൂടി അത് ഉറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ പഠിക്കാറ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ബുക്കാണ് ഞാൻ എഴുതുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ സമയവും എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് നമുക്ക് പഠിക്കാൻ സമയം കിട്ടുമെന്ന് കരുതിയാൽ വെറുതെയാണ്. കാരണം നമുക്ക് കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം ഫിക്സഡായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇത്ര ടൈം പഠിക്കണം എന്നുള്ള ഞാൻ മനസ്സിൽ ഉറപ്പിച്ചാൽ നമുക്കത് എന്തായാലും അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് പഠിക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ അയ്യോ സമയം കിട്ടിയില്ല, ഇന്നിപ്പോൾ ഇങ്ങനെ പോട്ടെ നാളെ നോക്കാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് പിന്നെ സമയം കിട്ടുമ്പോൾ നോക്കാമെന്ന് കരുതിയാൽ ഒരിക്കലും നടക്കില്ല. ഞാൻ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. കാരണം നമുക്ക് പിന്നെ ആ ഫ്ലോ പോവും, നമുക്ക് മടി കയറും. പിന്നെ ഒന്നും ചെയ്യാതെ ഒന്നും എങ്ങും എത്താതിരുന്നാൽ പിന്നെ നമുക്കത് കൂടുകയുള്ളൂ ആ ഒരു കാര്യം. ഇങ്ങനെ പോയില്ലേ നാളെ നോക്കാം അല്ലെങ്കിൽ പിന്നെ നോക്കാമെന്ന് കരുതിയാൽ അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ചെയ്യുന്ന ഒരു പ്രധാന കാര്യം എന്താണെന്ന് അറിയോ, മോൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ നമ്മളിപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാ പണിയും തീർക്കുക 10 മണി അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ പണിയും തീർക്കുക മോൻ എഴുന്നേൽക്കുമ്പോഴേക്ക് അല്ലെങ്കിൽ അവരുറങ്ങുമ്പോൾ അങ്ങനെ. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. ബേസിക് എന്താണ് കാര്യങ്ങൾ അത് മാത്രം ഞാൻ രാവിലെ ചിലപ്പോൾ അവന് എഴുന്നേൽക്കുന്നതിൻ്റെ മുന്നേ ചെയ്യാറുണ്ട്. അതായത് ഹെവി പണികളൊക്കെ വരുമ്പോഴോ എന്തോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ കുറച്ചധികം. പക്ഷേങ്കിൽ അവന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ മാറ്റി വയ്ക്കാറുണ്ട്. അങ്ങനെയാണ് എനിക്ക് കുറച്ച് അധികം സമയം കിട്ടുന്നത് എന്ന് വേണേൽ പറയാം. പക്ഷേ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് എനിക്ക് അല്ലാതെ തന്നെ സമയം കിട്ടുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ എനിക്ക് നമ്മൾ കുട്ടികളുണ്ടായിട്ട് സമയം കിട്ടില്ല എന്ന് പറയുന്നത് അത് വെറുതെ പറയുന്ന പോലെ കേട്ടോ എനിക്ക് ശരിക്കും തോന്നിയിട്ടുള്ളത്. 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറൊക്കെ നമുക്ക് എന്തായാലും കിട്ടില്ലേ. പിന്നെ അറിയില്ല, ചില കുട്ടികളൊക്കെ ചിലപ്പം ഭയങ്കര വാശി അല്ലെങ്കിൽ ഡേ ടൈമൊന്നും ഉറങ്ങാതെ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ, അതായിരിക്കാം. എനിക്കറിയില്ല. ഞാൻ പറയാം, എനിക്കെന്തായാലും സമയം കിട്ടുന്നുണ്ട്.
പിന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നമ്മൾ ഫ്രീ ആയിട്ട് ടൈം കിട്ടുന്നുണ്ട് കുറച്ച്, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ മൂഡില്ല എന്നുള്ള സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റം ചുമ്മാ കുക്ക് ചെയ്ത് അങ്ങ് അഡ്വാൻസ് ആയിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഡേ നമുക്ക് പഠിക്കാൻ മൂഡ് വരുമ്പോൾ നമ്മൾ അവിടെ ഇരുന്നങ്ങ് പഠിക്കുക. അപ്പോൾ ഈ ഒരു ഐറ്റം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. ഞാൻ നെക്സ്റ്റ് എൻ്റെ ടൈം വരുന്നത് അവൻ ഉറങ്ങിയിട്ടാട്ടോ. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 1 ഹവറോളം കിട്ടി. അവൻ നേരത്തെ എണീറ്റത് കാരണം അത്രയും നേരത്തെ എണീറ്റാലും ഒരു 1 ഹവറൊക്കെ ഉച്ചയ്ക്ക് ഉറങ്ങാറുണ്ട്. ആ ഒരു ടൈമാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. ആ ടൈമിൽ ഞാൻ മാത്സ് ഇരുന്ന് പഠിക്കാറാണ്. ഉച്ചയ്ക്ക് ഞാൻ ഉറങ്ങാറില്ല. ഉച്ചയ്ക്ക് ഉറങ്ങാത്ത മെയിൻ റീസൺ എന്താ, അന്ന് രാത്രി നേരത്തെ കിടക്കാൻ വേണ്ടിയിട്ട്. കാരണം ഉച്ചയ്ക്കൊക്കെ നമ്മൾ ഉറങ്ങിയെന്നുണ്ടെങ്കിൽ നൈറ്റ് നമ്മൾ ഭയങ്കര റിലാക്സ് ആയിരിക്കും, ബോഡി റിലാക്സ് ആവും. അപ്പോൾ അതാണ് ഒരു കാര്യം. പിന്നെ വരുന്നത് ഉച്ചയ്ക്ക് എനിക്ക് ഇങ്ങനെ ഒരു 1 ഹവർ കിട്ടി. അതിന് ശേഷം ഇടയ്ക്ക് മോൻ എഴുന്നേറ്റ് വരും. അങ്ങനെ മോൻ ചിലപ്പം ടേബിളിൻ്റെ അടുത്ത് വന്നിരിക്കും. ചിലപ്പോൾ ഞാനും കൂടി ജോയിൻ ചെയ്യുമ്പോൾ ആ സമയം ചിലപ്പോൾ ഞാൻ റിവിഷൻ ചെയ്യും. അങ്ങനെയും ചിലപ്പോൾ സമയം കിട്ടാറുണ്ട് കേട്ടോ, ഒരു 10-15 മിനിറ്റ്. അവൻ്റെ കയ്യിലൊരു പെന്ന് കൊടുത്തിട്ട് വേറെ അവൻ എന്തെങ്കിലും കുത്തി വരച്ചുകൊണ്ടിരിക്കും, അങ്ങനെ എന്തെങ്കിലും ചെയ്യും. ആ സമയവും ചിലപ്പോൾ ഒരു 5-10 10 15 ആണെങ്കിൽ 15 നിങ്ങൾ അപ്പോഴെങ്കിലും പഠിക്കാൻ ട്രൈ ചെയ്യും. കാരണം നമുക്ക് പഠിച്ചു തുടങ്ങിയാൽ പഠിക്കാനേ തോന്നുള്ളൂ, അല്ലാതെ നിർത്താൻ തോന്നുമോ എനിക്കറിയില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ഓക്കെ ആയിരുന്നു, അപ്പൊക്കെ തോന്നിയിരുന്നു കേട്ടോ. ഇപ്പം നമുക്ക് ജോലി കിട്ടണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവണം, ഈ ഒരു ഗ്രാഫിൽ നിന്ന് മാറണം എന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് പഠിക്കാൻ ഭയങ്കര ഒരു ആക്രാന്തമായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അങ്ങനെയാണ്. കാരണം എനിക്ക് വീണ്ടും പഠിക്കാൻ തോന്നും, പഠിക്കാൻ ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. മുമ്പൊന്നും അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ നമുക്കൊരു ലക്ഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ടൈം കണ്ടെത്താനും പഠിക്കാനും പറ്റും. നമ്മൾ എക്സ്ക്യൂസ് റീസൺസ് ഒന്നും പറയില്ല. വൈകിട്ട് നമ്മൾ നേരത്തെ തന്നെ കിടക്കും കേട്ടോ. അതേ മോന് ഡിന്നർ ഫുഡൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഏകദേശം ഒരു 8:30 കൂടിയൊക്കെ ബെഡിലേക്ക് പോകാറുണ്ട്. ചിലപ്പോൾ 8 മണി അങ്ങനത്തെ റേഞ്ചിലൊക്കെയാണ് നമ്മൾ കിടക്കാൻ പോകാറുള്ളത്. നേരത്തെ കിടക്കുന്ന ഒരു ശീലമുണ്ട്, പണ്ടേ അങ്ങനെ നേരത്തെ കിടക്കുന്നതാണ്. ഇപ്പം കുറച്ചായിട്ടാണ് കേട്ടോ അത്. നേരത്തെ എന്ന് പറയുന്നത് കുറേ മുന്നേ ഒന്നല്ല ഞാൻ പറഞ്ഞ കാര്യം. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഈ 1-2 ചെറിയ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ടൈം കിട്ടും. അതായത് മോൻ കളിക്കുന്നതിൻ്റെ കൂടെയൊക്കെ തന്നെ പഠിക്കുക, ഫോണൊന്ന് കുറയ്ക്കുക. പിന്നെ അവൻ ഉറങ്ങുമ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുക, അല്ലാതെ ജോലി ചെയ്യാനിരിക്കരുത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഞാൻ രാവിലെ എങ്ങനെയാണ് മടി കൂടാതെ എഴുന്നേക്കുന്നത് എന്നുള്ള നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ബൈ.